ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ പുതിയൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഫസ്റ്റ് മൊഡ്യൂളിലെ ആദ്യത്തെ ടോപ്പിക്കായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ഫുഡ് പ്രിസർവേഷനാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വീഡിയോ താമസിപ്പിക്കേണ്ട, പെട്ടെന്ന് തന്നെ എൻ്റെ ഇൻട്രൊഡക്ഷൻ പാട്ടത്തോടെ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഈ ഫുഡ് പ്രിസർവേഷൻ എന്ന് പറയുന്നത് എന്താണ്? മെയിനായിട്ട് ഫുഡ് പ്രിസർവേഷൻ എന്ന് പറയുന്നത് ഈസ് എ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് the process of prevention of decay or spoilage of food, thus allowing it to stored in a fit condition for future use. അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ യൂസിന് നമുക്ക് എന്ത് ചെയ്യണം? ഫുഡിനെ പ്രിസർവ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ അത് ഡീക്കേ വരാൻ പാടില്ല, സ്പോയിലേജ് വരാൻ പാടില്ല. അതാണ് അതിൻ്റെ മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഫുഡ് പ്രിസർവേഷൻ എന്ന് പറയുന്നത് എന്താണ്? സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ പ്രോസസ് ഓഫ് പ്രിവെൻഷൻ ഓഫ് ഡീക്കേ ഓർ സ്പോയിലേജ് ഓഫ് ഫുഡ്, ദാസ് അലോയിങ് ഇറ്റ് ടു ബി സ്റ്റോർഡ് ഇൻ എ ഫിറ്റ് കണ്ടീഷൻ ഫോർ ഫ്യൂച്ചർ യൂസ്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ഒരു സ്റ്റേറ്റ്, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് ലോങ് ആയിട്ട് വയ്ക്കാൻ പറ്റും? അതിൻ്റെ കളർ റീറ്റെയിൻ ചെയ്യണം, അതിൻ്റെ ക്വാളിറ്റീസ് ഒന്നും പോകാൻ പാടില്ല, അതിൻ്റെ ടെക്സ്ചർ റീറ്റെയിൻ ചെയ്യണം, അതിൻ്റെ ഫ്ലേവർ റീറ്റെയിൻ ചെയ്യണം, അതിൻ്റെ ന്യൂട്രീസ് വാല്യൂ റീറ്റെയിൻ ചെയ്യണം. ഇതെല്ലാം നമുക്ക് റീറ്റെയിൻ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ ഫുഡ് പ്രിസർവേഷൻ ടെക്നിക്സ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രിസർവേഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, പ്രിസർവേഷൻ എൻഷുർ ദാറ്റ് ദ ക്വാളിറ്റി, എഡിബിലിറ്റി ആൻഡ് ദ ന്യൂട്രീറ്റീവ് വാല്യൂ ഓഫ് ദ ഫുഡ് റിമെയിൻ ഇൻടാക്റ്റ്. ഓക്കെ, അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാൻ പാടില്ല, അതിൻ്റെ എഡിബിലിറ്റി നഷ്ടപ്പെടാൻ പാടില്ല, അതിൻ്റെ ന്യൂട്രീറ്റീവ് വാല്യൂ ഓഫ് ദ ഫുഡ് ഒന്നും തന്നെ നഷ്ടപ്പെട്ട് പോകാൻ പാടില്ല. ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. നെക്സ്റ്റ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് നോക്കാം. മേക്കിംഗ് ഫുഡ് സേഫ് ഫോർ കൺസപ്ഷൻ, പിന്നെ റിമൂവൽ ഓഫ് അൺവാണ്ടഡ് മാറ്റർ ഫ്രം ഫുഡ്. നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ മാറ്റുക, അല്ലെങ്കിൽ അതിൻ്റെ ഡൈജസ്റ്റബിലിറ്റി, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഡൈജസ്റ്റബിലിറ്റി കൂട്ടുക, അതിൻ്റെ ഫ്ലേവർ കൂട്ടുക, കളർ കൂട്ടുക, ടേസ്റ്റ് കൂട്ടുക, അതിൻ്റെ ടെക്സ്ചർ കൂട്ടുക, കൺസിസ്റ്റൻസി കൂട്ടുക, അതിനെ ഇമ്പ്രൂവ് ചെയ്യുക. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു വേർഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ന്യൂട്രിയൻ്റ് ലോസ് ഒക്കെ മിനിമൈസ് ചെയ്യുക, പിന്നെ ഷെൽഫ് ലൈഫ് കൂട്ടുക. ഇതാണ് മെയിൻ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ പറയാം: മേക്കിംഗ് ഫുഡ് സേഫ് ഫോർ കൺസപ്ഷൻ, റിമൂവൽ ഓഫ് അൺവാണ്ടഡ് മാറ്റർ ഫ്രം ഫുഡ്, ഇൻക്രീസ് digestibility, enhances flavor, color, taste, and improve and texture and consistency, minimize nutrient loss, extending shelf life. ഓക്കെ, അപ്പോൾ അതിൻ്റെ മെയിൻ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ഇൻക്രീസസ് ദ ഷെൽഫ് ലൈഫ് ഓഫ് ഫുഡ്. അതിൻ്റെ ഷെൽഫ് ലൈഫ് എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. ക്വാളിറ്റി കൂട്ടുക, അതിൻ്റെ കളർ കൂട്ടുക, ടെക്സ്ചർ കൂട്ടുക, ഫ്ലേവർ കൂട്ടുക, അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ എല്ലാം തന്നെ അതിനെ റീറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഫുഡ് പ്രിസർവേഷൻ ചെയ്യുന്നത്. പിന്നെ ഇൻക്രീസസ് ഫുഡ് സപ്ലൈ, നമുക്ക് ഫുഡ് സപ്ലൈ കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ ആഡ് വെറൈറ്റി ടു ദ ഫുഡ്, നമുക്കൊരു വെറൈറ്റി, ഒരു ഫുഡ് ഐറ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വെറൈറ്റി കൊണ്ടുവരാൻ പറ്റും. പിന്നെ വേസ്റ്റേജ്, നമുക്ക് ആ വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫുഡ് ചീത്തയായിപ്പോയി, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് അങ്ങടുത്ത് കളയും. പക്ഷേ ഒരു പ്രിസർവേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും അത് എന്ത് ചെയ്യാൻ പറ്റും? വച്ചിരിക്കാൻ പറ്റും. പിന്നെ നമുക്ക് അതിൻ്റെ സീസൺ, അത് നെക്സ്റ്റ് പോയിൻ്റ് അതിൻ്റെ സീസണാണ്. അപ്പോൾ നമുക്ക് ഒരു സീസണൽ ഫുഡ് കിട്ടത്തില്ലേ, അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി അതിൻ്റെ പ്രിൻസിപ്പിളാണ് പറയുന്നത്. മെയിനായിട്ട് അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇൻഹിബിറ്റ് ഓർ ഡിലേ ഓഫ് മൈക്രോബിയൽ ഡീകമ്പോസിഷൻ. മൈക്രോബിയൽ ഡീകമ്പോസിഷനെ ഇൻഹിബിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിലേ ചെയ്യുന്നതാണ് മേജർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, കീപ്പിംഗ് ഔട്ട് ഓഫ് മൈക്രോ ഓർഗാനിസം. അതായത് അതിനെ നമ്മൾ വേറൊരു ടേമാണ് യൂസ് ചെയ്യുന്നത്, എസെപ്സിസ്. ഓക്കെ, ഈ ടേംസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എസെപ്സിസ് എന്ന് പറയുന്നത് ഇസ് എ കീപ്പിംഗ് ഔട്ട് മൈക്രോ ഓർഗാനിസം അറ്റാക്കിൽ നിന്ന് അതിനെ നമുക്ക് എന്ത് ചെയ്യാം? പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് എസെപ്സിസ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിൻറ്റ്, റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. ഓക്കെ, അത് നമുക്ക് എങ്ങനെ ഒരു മൈക്രോ ഓർഗാനിസം ഫുഡിൽ നിന്ന് റിമൂവ് ചെയ്യുക? അതിനെ നമ്മൾ ബൈ ഫിൽട്രേഷൻ ടെക്നിക്കൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൈക്രോ ഓർഗാനിസത്തിനെ റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. നെക്സ്റ്റ് പോയിൻറ്റ്, ഹൈൻഡറിങ് ദ ഗ്രോത്ത് ഓഫ് ആക്ടിവിറ്റി ഓഫ് മൈക്രോ ഓർഗാനിസം. അതിൻ്റെ ആക്ടിവിറ്റി, അതിൻ്റെ മെറ്റബോളിസം, അതിനെയൊക്കെ ഒന്ന് തടയുക. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. അതിന് നമ്മൾ വേരിയസ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് ബൈ ലോ ടെമ്പറേച്ചർ, ഡ്രൈയിങ്, ദെൻ എനറോബിക് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ ചില ഓർഗാനിസത്തിന് ഒന്നും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ ഓക്സിജനിൽ ലീവ് ചെയ്യുന്നവ കാണും, ചിലത് അനറോബിക് കണ്ടീഷനിൽ മാത്രം ലീവ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഗ്രോത്ത് വ്യത്യാസമായിരിക്കും. ചിലപ്പോൾ അത് സാൾട്ടിൽ ലീവ് ചെയ്യുന്ന കാണും. ഈ മൈക്രോബയോളജി പാർട്ട് അറിയാവുന്നവർക്ക് ഇത് മനസ്സിലാവും. കാരണം ഓരോ പല തരത്തിലുള്ള നമുക്ക് ഹാലോഫിലിക് ഉണ്ട്, തെർമോഫിലിക് ഉണ്ട്, പല ടെമ്പറേച്ചറിൽ ജീവിക്കുന്നവയുണ്ട്, അല്ലെങ്കിൽ സാൾട്ട് കണ്ടീഷനിൽ ജീവിക്കുന്നവയുണ്ട്, അല്ലെങ്കിൽ ചില
എന്താ പറയുക, എൻ്റെ മെറ്റബോളിസം വ്യത്യാസമായിരിക്കും ഓരോ ഓർഗാനിസത്തിനും. അതാണ് ആ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി ഓഫ് മൈക്രോ ഓർഗാനിസത്തിനെ തടയുക. നെക്സ്റ്റ്, കില്ലിങ് ദ മൈക്രോ ഓർഗാനിസംസ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്കതിനെ കില്ല് ചെയ്യണം. കില്ലിംഗ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് മെത്തേഡാണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹീറ്റ്, മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന മെത്തേഡ് ഹീറ്റ് ആണ്. നെക്സ്റ്റ്, റേഡിയേഷൻസും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റ് നോക്കുക, കീപ്പിംഗ് ഔട്ട് ഓഫ് മൈക്രോ ഓർഗാനിസംസ്, എസെപ്സിസ്, റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസം ബൈ ഫിൽട്രേഷൻ, ദെൻ ഹൈൻഡറിങ് ദ ഗ്രോത്ത് ഓഫ് ആക്ടിവിറ്റി ഓഫ് മൈക്രോ ഓർഗാനിസം ബൈ ലോ ടെമ്പറേച്ചർ, ഡ്രൈയിങ്, അനറോബിക് കണ്ടീഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ ചെയ്യും, അതിൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് കില്ലിംഗ് ദ മൈക്രോ ഓർഗാനിസം. കില്ലിംഗ് ദ മൈക്രോ ഓർഗാനിസം എന്ന് പറയുമ്പോൾ ഹീറ്റ് മെത്തേഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ റേഡിയേഷൻസും വരുന്നുണ്ട്. നെക്സ്റ്റ്, പ്രിസർവേഷൻ ഓർ ഡിലേ ബൈ സെൽഫ് ഡീകമ്പോസിഷൻ ഓഫ് ഫുഡ്. അപ്പോൾ നമുക്ക് പ്രിസർവേഷൻ അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, സെൽഫ് ഡീകമ്പോസിഷൻ ഡിലേ ചെയ്യണം. ഇപ്പോൾ എങ്ങനെ ശരിക്കും ഒരു ഫുഡ് ഐറ്റം ഡീകമ്പോസ് ആകുന്നത്, അതിൻ്റെ എൻസൈം ആക്ടിവിറ്റി മുഖേനയാണ്. അപ്പോൾ എൻസൈംസിനെ നമുക്ക് എന്ത് ചെയ്യണം, എൻ്റെ ആക്ടിവിറ്റി ഇൻഹിബിറ്റ് ചെയ്യണം. ഡിസ്ട്രക്ഷൻ ഓർ ഇനാക്ടിവേഷൻ ഓഫ് ഫുഡ് എൻസൈംസ്. അത് ഫുഡ് എൻസൈംസ് എന്ന് പറയുമ്പോൾ ഫിനോലേസ് ഒരു എക്സാമ്പിളായിട്ട് പറയാം. നമുക്ക് ചില ഫുഡ് ഈ വെജിറ്റബിൾസിൽ കാണുന്ന എൻസൈംസ് ഒക്കെ ഉണ്ട്. ഇതിന് നമുക്ക് ഈ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബ്ലാഞ്ചിങ് എന്ന് പറയുന്നത്. ബ്ലാഞ്ചിങ് എന്ന് പറയുന്നത് നമ്മൾ വേറെ ഒന്നുമല്ല, നമ്മൾ എന്ത് ചെയ്യുക, ഫുഡ് ഈ പച്ചക്കറിയൊക്കെ ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ എൻസൈം ആക്ടിവിറ്റിയെ ഇനാക്ടിവേഷൻ ചെയ്യണം. ഈ ഫുഡ് ലോങ് ആയിട്ട് വെച്ചിരിക്കുന്നത് ഈ എൻസൈംസ് അവിടെ ഇരുന്നിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ആക്ടിവിറ്റി, അതിൻ്റെ ഒരു ഇനാക്ടിവേഷനൊക്കെ നടക്കുന്നത്. ഓക്കെ, ആ ഒരു അതിൻ്റെ ഒരു ആക്ടിവിറ്റി നടക്കുന്നത് ലോങ് ആയിട്ട് വെച്ചിരിക്കുമ്പോൾ ഈ എൻസൈംസ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡീക്കേയിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കളർ ചേഞ്ച്, ഇപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഒരു കളർ ചേഞ്ച് വരുന്നതിൻ്റെ കാണാം, അതിൻ്റെ ഒരു എൻസൈംസിൻ്റെ ആക്ടിവിറ്റി മൂലമാണ്. അപ്പോൾ നമുക്ക് ഒരു ബ്ലാഞ്ചിങ് എന്നൊരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു ഡിസ്ട്രക്ഷൻ നമുക്ക് തടയാൻ സാധിക്കും. നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇൻഹിബിറ്റോ ഓർ ഡിലേ ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. അപ്പോൾ നോൺ എൻസൈമാറ്റിക് ബ്രൗണിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇതിന് മെയിനായിട്ട് എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്രിസർവേഷൻ ഓക്സിഡേഷൻ ബൈ മീൻസ് ഓഫ് ആൻറ്റി ഓക്സിഡൻറ്റ്. അവിടെ നമുക്ക് ഓക്സിഡേഷനെ പ്രിവെൻറ്റ് ചെയ്യണം. ഈ ഓക്സിഡേഷനെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ മെയിനായിട്ട് അവിടെ യൂസ് ചെയ്യുന്നത് ആൻറ്റി ഓക്സിഡൻസ് ആണ്. ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്കവിടെ ഓക്സിഡേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നത് മുഖേനയും നമുക്ക് എന്ത് ചെയ്യുമ്പോൾ ലോങ് ആയിട്ട് പ്രിസർവ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നേക്കും. വേറൊന്നല്ല, രണ്ട് പോയിന്റ് നോക്കി, ബ്ലാഞ്ചിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ എൻസൈം ആക്ടിവിറ്റിയെ നമുക്ക് ഇൻഹിബിറ്റ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ എന്ത് ചെയ്യുക, നമുക്ക് അതിൻ്റെ ഓക്സിഡൻസിൻ്റെ ആക്ടിവിറ്റി ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആൻറ്റി ഓക്സിഡൻസ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ ഈ ഓക്സിഡൻ്റ് ആക്ടിവിറ്റി മൂലമാണ് എന്ത് ചെയ്യുന്നത്, ഈ ബ്രൗണിങ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് ഡാമേജ് കാസ്ഡ് ബൈ ഇൻസെക്ട്സ് ആൻഡ് റോഡൻസിൻ്റെയും ഇൻസെക്റ്റിൽ നിന്നൊക്കെ നമുക്ക് തടയുക. പിന്നെ കെമിക്കൽ കോസസ്, ഇപ്പോൾ അതിനുള്ള കെമിക്കൽ കോസസ് വഴിയുള്ള ഇൻഹിബിഷൻ പ്രിവെൻഷൻ ചെയ്യുക. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു മെയിൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ബാക്ടീരിയസിഡൽ മെത്തേഡാണ്. ബാക്ടീരിയസിഡൽ മെത്തേഡ് എന്ന് പറയുന്നത് കില്ലിംഗ് ഓർ ഇനാക്ടിവേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. ഓക്കെ, ആ കില്ലിംഗ് അല്ലെങ്കിൽ ഇനാക്ടിവേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസത്തിനെയാണ് നമ്മൾ ബാക്ടീരിയസിഡൽ മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്ത ബാക്ടീരിയോസ്റ്റേറ്റിക് ഉണ്ട്. ബാക്ടീരിയോസ്റ്റേറ്റിക് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇൻഹിബിഷൻ, ആ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതിനാണ്. ഈ ടേംസ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതായത് ബാക്ടീരിയസിഡൽ എന്ന് പറഞ്ഞാൽ കില്ലിംഗ് എന്നാണ്. ഓക്കെ, ബാക്ടീരിയസിഡൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കില്ലിംഗ് ഓർ ഇനാക്ടിവേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. ബാക്ടീരിയോസ്റ്റേറ്റിക് എന്ന് പറഞ്ഞാൽ ഇൻഹിബിഷൻ ഓഫ് ഗ്രോത്ത്. ഓക്കെ, ഇതാണ് മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടേംസ് ഒക്കെ ഓർത്തിരിക്കുക. ഓക്കെ, ഒരിക്കൽ കൂടെ പറയാം. ബാക്ടീരിയസിഡൽ എന്ന് പറയുന്നത് കില്ലിംഗ് ഓർ ഇനാക്ടിവേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം. ബാക്ടീരിയോസ്റ്റേറ്റിക് എന്ന് പറയുന്നത് ആ ഇൻഹിബിഷൻ, ആ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുക. അതാണ് ഇതിൻ്റെ ഈ ഒരു ടേംസിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫുഡ് പ്രിസർവേഷൻ മെത്തേഡ്സിനെ പറ്റിയാണ്. ഈ ഒരു ഫ്ലോ ചാർട്ട് നോക്കുക. ഫുഡ് പ്രിസർവേഷൻ മെത്തേഡ് നമുക്ക് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്: ഇൻഹിബിഷൻ, ഇനാക്ടിവേഷൻ, അവോയ്ഡ്, റീകണ്ടാമിനേഷൻ. അപ്പോൾ നമുക്ക് ഏതൊക്കെ മെത്തേഡിലൂടെയാണ് ഇൻഹിബിഷൻ ചെയ്യുക എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇൻക്യുബേഷനിൽ ഫസ്റ്റ് വന്നിട്ട് ലോ ടെമ്പറേച്ചർ സ്റ്റോറേജ് ആണ്. നെക്സ്റ്റ് റിഡക്ഷൻ ഓഫ് വാട്ടർ ആക്ടിവിറ്റി, ദെൻ ഡിസ്ക്രീസ് ഓഫ് ഓക്സിജൻ, ദെൻ ഇൻക്രീസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ദെൻ അസിഡിഫിക്കേഷൻ ആൻഡ് ഫെർമെൻറ്റേഷൻ, കൺട്രോൾ ഓഫ് pH, freezing and drying, then concentration, then adding preservatives and adding antioxidants, then chemical modification, phase transition, gas removal. ഇതൊക്കെ നമുക്ക് ഇൻക്യുബേഷൻ ചെയ്യാവുന്ന കുറേ ടെക്നിക്സ് ആണ് ഈ ഒരു ചാർട്ടിലുള്ളത്. നെക്സ്റ്റ് നിങ്ങളിതൊന്ന്
വായിച്ചാൽ മതി. അതായത് ലോ ടെമ്പറേച്ചർ സ്റ്റോറേജ് വഴി നമുക്ക് ഇൻഹിബിറ്റ് ചെയ്യാം, അതിൻ്റെ വാട്ടർ ആക്ടിവിറ്റി കുറയ്ക്കുക. ഇപ്പോൾ മെയിൻ ഒരു സംഭവം വാട്ടർ ആക്ടിവിറ്റി എന്നുണ്ട്. വാട്ടർ ഉണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യുന്നു, അവിടെ ഒരു ഡീകമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാട്ടർ ആക്ടിവിറ്റി കുറയ്ക്കുക, പിന്നെ അതിൻ്റെ ഓക്സിജൻ്റെ അളവ് കുറയ്ക്കുക, അതിൻ്റെ കാർബൺ ഡൈ ഓക്സൈഡ് അതിൻ്റെ അളവ് കൂട്ടുക. നമുക്ക് പറയാം ക്യാനിങ് ഒക്കെ എന്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആയിരിക്കും മെയിനായിട്ട് സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് അസിഡിഫിക്കേഷൻ ആൻഡ് ഫെർമെൻറ്റേഷൻ, അതിനെ അസിഡിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ലോ pH കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യും ലോങ് ടൈം സ്റ്റോറേജ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ pH ഒക്കെ ഭയങ്കര ഹൈ ആണ്, ഒരു ആൽക്കലി pH ആണെങ്കിൽ മൈക്രോബ്സ് എന്ത് ചെയ്യും, വളർന്നത് പെട്ടെന്ന് തന്നെ അടുത്ത് ഡീകമ്പോസ് ആവും. അപ്പോൾ ആസിഡിഫിക്കേഷൻ ആൻഡ് ഫെർമെൻറ്റേഷൻ. പിന്നെ ഫെർമെൻറ്റേഷൻ മെത്തേഡ്, ഇപ്പോൾ ഫെർമെൻറ്റ് ചെയ്ത ഫുഡൊക്കെ കുറച്ച് ലോങ് ആയിട്ടിരിക്കത്തില്ലേ. പിന്നെ കൺട്രോൾ pH തന്നെ കൺട്രോൾ ചെയ്യുക. പിന്നെ ഫ്രീസിങ് ആൻഡ് ഡ്രൈയിങ് ചെയ്യുക, ഫ്രീസിങ് ചെയ്യുക ആൻഡ് ഡ്രൈയിങ്, അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. കോൺസെൻട്രേഷൻ, ദെൻ ആഡിങ് പ്രിസർവേറ്റീവ്സ്, നമുക്ക് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക, പിന്നെ ആൻറ്റി ഓക്സിഡൻസ് ആഡ് ചെയ്ത് കൊടുക്കുക, കെമിക്കൽ മോഡിഫിക്കേഷൻ ചെയ്യുക, ഫേസ് ട്രാൻസിഷൻ ചെയ്യുക, പിന്നെ അതിൻ്റെ ഗ്യാസ് റിമൂവ് ചെയ്യുക. ഓക്കെ, ദെൻ ഇനാക്ടിവേഷൻ്റെ മെത്തേഡ്സ് ആണ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ സ്റ്റെറിലൈസേഷൻ, പാസ്ചറൈസേഷൻ, ഇറാഡിയേഷൻ, ഇലക്ട്രിഫൈയിങ്, കുക്കിംഗ്, ഫ്രൈയിങ് ആൻഡ് ബേക്കിംഗ്, എക്സ്ട്രക്ഷൻ, ലൈറ്റ്, സൗണ്ട്, മാഗ്നറ്റിക് ഫീൽഡ്, ഇതൊക്കെ ഇനാക്ടിവേഷൻ യൂസ് ചെയ്യുന്ന കോമൺ മെത്തേഡ്സ് ആണ്. ദെൻ അവോയ്ഡ് റീകണ്ടാമിനേഷൻ. നമുക്ക് ഈ ഒരു മെത്തേഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് പാക്കേജിങ്ങിലായിരിക്കും. നമ്മളൊരു ഫുഡ് ഐറ്റം നമുക്ക് ഈ ഒരു മെത്തേഡെല്ലാം കഴിഞ്ഞ് പാക്കേജിലായിരിക്കും ഫൈനലി പോകുന്നത്. അപ്പോൾ ഈ ഒരു പാക്കേജിങ് പോകുന്നതിന് മുമ്പ് തന്നെ കണ്ടാമിനേഷൻ ഒന്നും വരാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റീകണ്ടാമിനേഷൻ ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടെക്നിക്സാണ് പാക്കേജിങ്, ദെൻ ഹൈജീനിക് പ്രോസസ്സിങ്, അസെപ്റ്റിക് പ്രോസസ്സിങ്, ഹൈജീനിക് സ്റ്റോറേജ്, ഹസാർഡ് അനാലിസിസ്, ക്രിട്ടിക്കൽ പോയിൻറ്റ്, ISO 9000, TQM, റിസ്ക് അനാലിസിസ് ആൻഡ് മാനേജ്മെൻറ്റ്. ഇതൊക്കെ അതിൻ്റെ മെയിൻ ഒരു റീകണ്ടാമിനേഷൻ തടയുന്നതിന് യൂസ് ചെയ്യുന്ന ടെക്നിക്സാണ്. ഓക്കെ, മേജറായിട്ട് നമ്മൾ ചെയ്യുന്നത് പാക്കേജിങ് തന്നെയാണ്. അപ്പോൾ ആ ഒരു പാക്കേജിങ് സമയത്ത് നമ്മൾ അസെപ്റ്റിക് രീതിയിലായിരിക്കും ചെയ്യുന്നത്. അത് നമുക്ക് വേറെ ക്യാനിങ് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് എടുക്കുമ്പോഴേക്കും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൻ്റെ എല്ലാ മെത്തേഡും അതിൻ്റെ ഒരു കണ്ടീഷൻസ് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ നമുക്കിനി ഞാൻ പറയാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ. നമുക്ക് ഫുഡിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് കൂടെ നോക്കണം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ്. അതൊക്കെ ബേസ്ഡ് ഓൺ ഷെൽഫ് ലൈഫിനെ ബേസ് ചെയ്തിട്ട് ഫുഡിനെ മെയിനായിട്ട് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? പെരിഷബിൾ, സെമി പെരിഷബിൾ, നോൺ പെരിഷബിൾ. പെരിഷബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിക്കേ ആവുന്ന ഫുഡ് ഐറ്റംസ് ആണ്. ഫിഷ് അതൊരു എക്സാമ്പിളായിട്ട് പറയാം. ഫിഷൊക്കെ പെട്ടെന്ന് ഡിക്കേ ആവുന്ന ഫുഡ് ഐറ്റംസ് ആണ്. പിന്നെ ഉള്ളത് സെമി പെരിഷബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മന്തോ അല്ലെങ്കിൽ ഒരു 3 മന്ത് അല്ലെങ്കിൽ ഒരു വീക്കുകളൊക്കെ നമുക്ക് വെച്ചിരിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഈ പൊട്ടാറ്റോ, പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാറുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഫുൾ സെമി പെരിഷബിൾ എന്ന് പറയാം. നോൺ പെരിഷബിൾ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഡീക്കേ ആവത്തില്ല, കുറേ ദിവസം അല്ലെങ്കിൽ ഒരു ഇയറുകളോളം ഇരിക്കും. അപ്പോൾ അത് നമുക്കിപ്പോൾ ഗ്രെയിൻസ് ഒക്കെ പറയാം, നട്ട്സ് പറയാം, അതൊക്കെ നമുക്ക് നോൺ പെരിഷബിൾ ഫുഡ് ഐറ്റംസ് ഇതിൽ പറയാം. ആൻഡ് ബേസ്ഡ് ഓൺ ദ ഫേസസ് ഓഫ് ദ ഫങ്ഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കുറേ ഫുഡ് ഐറ്റംസിനെ തിരിച്ചിട്ടുണ്ട്. ബോഡി ബിൽഡിംഗ് ആൻഡ് റിപ്പയറിംഗ് ഫുഡ്, എനർജി ഗീവിങ് ഫുഡ്, റെഗുലേറ്ററി ഫുഡ്, പ്രൊട്ടക്റ്റീവ് ഫുഡ്, കാർബോഹൈഡ്രേറ്റ്, അല്ല ഇത്രയുമാണ് മെയിനായിട്ട് എൻ്റെ ബേസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷനെ ബേസ് ചെയ്തിട്ട് ഇത് പറയുന്നത്. ബോഡി ബിൽഡിംഗ് ആൻഡ് റിപ്പയറിംഗ് ഫുഡ് ഉണ്ട്, എനർജി ഗീവിങ് ഫുഡ്സ് ഉണ്ട്, റെഗുലേറ്ററി ഫുഡ്സ് ഉണ്ട്, പ്രൊട്ടക്റ്റീവ് ഫുഡ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ബേസ്ഡ് ഓൺ ദ ഫങ്ഷൻ്റെ ബേസ് ചെയ്തിട്ട്, ഇപ്പോൾ നമ്മൾ റെഗുലർലി ഫുഡൊക്കെ നമ്മളിപ്പോൾ നിത്യജീവിതത്തിൽ കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ബേസ്ഡ് ഓൺ ദ ബേസിസ് ഫങ്ഷനെ ബേസ് ചെയ്തിട്ട് ഇത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ബേസ്ഡ് ഓൺ ബേസിസ് ന്യൂട്രിയൻസിനെ വെയിറ്റ് ചെയ്തിട്ട് കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡുണ്ട്, പ്രോട്ടീൻ റിച്ച് ഫുഡുണ്ട്, ഫാറ്റ് റിച്ച് ഫുഡുണ്ട്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് റിച്ച് ഫുഡുണ്ട്. നെക്സ്റ്റ് ബേസ്ഡ് ഓൺ ബേസിസ് ഓഫ് ന്യൂട്രിയൻസിൻ്റെ ബേസിസിൽ നമുക്ക് തിരിച്ചിട്ടുണ്ട് ക്ലാസിഫിക്കേഷൻ നോക്കാം. കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡുണ്ട്, പ്രോട്ടീൻ റിച്ച് ഫുഡുണ്ട്, ഫാറ്റ് റിച്ച് ഫുഡുണ്ട്, വൈറ്റമിൻസ് ആൻഡ് മിനറൽ റിച്ച് ഫുഡുണ്ട്. അതായത് ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ് നമുക്ക് അറിയാം, ഇപ്പോൾ അന്നജമൊക്കെ ഒരുപാട് അടങ്ങിയിരിക്കുന്ന നമ്മുടെ റൈസൊക്കെ നമുക്ക് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. പിന്നെ പ്രോട്ടീൻ റിച്ച് ഫുഡ് നമുക്ക് കോമൺ ആയിട്ട് നമുക്കറിയാം. ഓക്കെ, നമ്മുടെ ചിക്കൻ, ഇതൊക്കെ എന്താണ്, ഫിഷ്, ഇതൊക്കെ പ്രോട്ടീൻ റിച്ച് ഫുഡാണ്. നമുക്കിപ്പം പറയത്തില്ല പ്രോട്ടീൻ റിച്ച് ഫുഡ് ഒരുപാട് കഴിക്കണം, അല്ലെങ്കിൽ ഫാറ്റ് റിച്ച് ഫുഡ്. ഇപ്പോൾ ഫാറ്റ് റിച്ച് ഫുഡൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉള്ള ഫുഡ് കഴിക്കുക, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ വൈറ്റമിൻസിന് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ വൈറ്റമിൻ ഡിയുടെ ഫങ്ഷൻ നമുക്കറിയാം, വൈറ്റമിൻ സി, ഇപ്പോൾ ജലദോഷത്തിനുള്ള ഔഷധം എന്നൊക്കെയാണ് പറയുന്നത് വൈറ്റമിൻ സി. അപ്പോൾ അതിൻ്റെ ഓരോ വൈറ്റമിൻസ് ആയാലും ഫാറ്റ് ആയാലും പ്രോട്ടീൻ ആയാലും കാർബോഹൈഡ്രേറ്റ് അതിന് എല്ലാത്തിനും നമുക്ക് മേജർ അതിൻ്റെ നമുക്ക് നിത്യജീവിതത്തിൽ എടുക്കുകയും
പഠിക്കുകയും വേണം. അതുപോലെ തന്നെ അതിന് ഓരോ ഫങ്ഷൻസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. നമ്മൾ ചുമ്മാ കഴിക്കുന്നതല്ലല്ലോ, നമ്മുടെ ബോഡിയിലെ ഓരോ മെറ്റാബോളിസവും അതിൻ്റെ എനർജി ജനറേഷൻ എല്ലാം കറക്റ്റായിട്ട് നടക്കാനാണ് നമ്മൾ ഈ ഫുഡ് ഐറ്റം എല്ലാം കഴിക്കുന്നത്. നെക്സ്റ്റ് അടുത്തതെന്ന് പറയുന്നത് ബ്ലേസ്ഡ് ഓൺ എക്സ്റ്റെൻറ്റ് ആൻഡ് പർപ്പസ് ഓഫ് പ്രോസസ്സിങ്. അതിൻ്റെ എക്സ്റ്റെൻറ്റ് ലൈഫ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സിങ്ങിനെ ബേസ് ചെയ്ത് അതിൻ്റെ പർപ്പസ് അതിനെങ്ങനെയാണെന്ന് നോക്കാം. അൺപ്രോസസ്ഡ് ഓർ മിനിമലി പ്രോസസ്ഡ് ഫുഡ്, ദെൻ പ്രോസസ് culinary or food industry ingredient ആൻഡ് അൾട്രാ പ്രോസസ്ഡ് ഫുഡ്. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ച് വെച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് കോസസ് ഓഫ് ഫുഡ് സ്പോയിലേജ് എങ്ങനെയാണ്, നമുക്ക് ഫുഡ് സ്പോയിലേജ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ആദ്യം നമുക്ക് നോക്കുന്നത് മൈക്രോബയോളജിക്കൽ എങ്ങനെയാണ് ഫുഡ് മോശമാകുന്നത് എന്ന് നോക്കാം. മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് ഒരു കാരണം, ഓഫ് ഫ്ലേവർ, ടോക്സിൻ പ്രൊഡക്ഷൻ, ഇതൊക്കെയാണ് മെയിനായിട്ട് മൈക്രോബയോളജിക്കൽ എന്താ പറയുക സ്പോയിലേജ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് എൻസൈമാറ്റിക് എന്ന് പറയുമ്പോൾ ബ്രൗണിങ് വരാറുണ്ട്, കളർ ചേഞ്ച് വരാറുണ്ട്, ഓഫ് ഫ്ലേവർ വരും. ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ബ്ലാഞ്ചിങ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കളർ ചേഞ്ചൊക്കെ അല്ലെങ്കിൽ ഒരു എൻസൈമിൻ്റെ ആക്ടിവേഷനൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ ബ്രൗണിങ് ഞാൻ പറഞ്ഞു, ബ്രൗണിങ് ഒക്കെ നമുക്ക് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ആഡ് ചെയ്ത് ഓക്സിഡേഷൻ മുഖേനയാണ് ബ്രൗണിങ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആക്ടിവിറ്റി റിഡക്ഷൻ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് കെമിക്കൽ എന്ന് പറയുമ്പോൾ കളർ ലോസ് വരുന്നുണ്ട്, ഫ്ലേവർ ലോസ് വരുന്നുണ്ട്, നോൺ എൻസൈമാറ്റിക് ബ്രൗണിങ് വരുന്നുണ്ട്, ന്യൂട്രിയൻ്റ് ലോസ് വരുന്നുണ്ട്, ഓക്സിഡേഷൻ റിഡക്ഷൻ വരുന്നുണ്ട്, റാൻസിഡിറ്റി, ഇതൊക്കെയാണ് ഒരു കെമിക്കൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എൻ്റെ ഫിസിക്കൽ പ്രോസസ്സാണ്. ഫിസിക്കൽ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ കൊളാപ്സ്, കൺട്രോൾഡ് റിലീസ്, ക്രിസ്റ്റലൈസേഷൻ, ഫ്ലേവർ എൻകാപ്സുലേഷൻ, ഫേസ് ചേഞ്ചസ്, റീക്രിസ്റ്റലൈസേഷൻ, ഷ്രിങ്കേജ്, നെക്സ്റ്റ് പോയിന്റ് ട്രാൻസ്പോർട്ട് ഓഫ് കോമ്പണൻസ്, ഇതൊക്കെയാണ് ഫിസിക്കൽ. നമുക്കിത് സിമ്പിളാണ്. അതായത് ഈ ഒരു കൊളാപ്സ് മുഖേന അല്ലെങ്കിൽ കൺട്രോൾഡ് റിലീസ്, ക്രിസ്റ്റലൈസേഷൻ, ഫ്ലേവർ എൻകാപ്സുലേഷൻ, ഫേസ് ചേഞ്ചസ്, റീക്രിസ്റ്റലൈസേഷൻ, ഷ്രിങ്കേജ്, ട്രാൻസ്പോർട്ട് ഓഫ് കോമ്പണൻസ്, ഇതൊക്കെ മുഖേന എന്ത് ചെയ്യാൻ പറ്റും, ഫിസിക്കൽ അതിന് മുഖേന ഡാമേജ് വരാറുണ്ട്. നെക്സ്റ്റ് മെക്കാനിക്കൽ എന്ന് പറയുന്നത് ബ്രേസിംഗ് ഡ്യൂ ടു വൈബ്രേഷൻ, ക്രാക്കിംഗ്, ഡാമേജ് ഡ്യൂ ടു പ്രഷർ. ഈ പ്രഷർ മുഖേന ഇപ്പോൾ നമുക്ക് ഒരു ഇപ്പോൾ ട്രാൻസ്പോർട്ട് സമയത്തൊക്കെ നമ്മൾ വണ്ടിയിലായിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ട്രാവലിംഗ് ടൈമിൽ തന്നെ ഡാമേജ് വരാനുള്ള ചാൻസ് ഒരുപാട് ഹൈ ആണ്. ജസ്റ്റ് ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. മെയിനായിട്ട് കോസ് ചെയ്യുന്നത് നോക്കുക, അതായത് എന്തൊക്കെ വഴിയാണ് ഈ ഒരു ഫുഡ് സ്പോയിലേജ് ആകുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് മൈക്രോബയോളജിക്കലുണ്ട്, എൻസൈമാറ്റിക് ഉണ്ട്, കെമിക്കലുണ്ട്, ഫിസിക്കലുണ്ട്, മെക്കാനിക്കലുണ്ട്. അപ്പോൾ ഇത്രയൊന്ന് വായിക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ ആണ്. നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ഫുഡ് പ്രിസർവ് ചെയ്ത് വയ്ക്കാം, അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നോക്കുന്നത്. ക്ലാസിഫിക്കേഷൻ നമുക്ക് പറയുകയാണെങ്കിൽ കെമിക്കൽ പ്രോസസ്സിംഗ് ഉണ്ട്, അതുപോലെ ബയോളജിക്കൽ പ്രോസസ്സിംഗ് ഉണ്ട്, ഫിസിക്കൽ പ്രോസസ്സിംഗ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻറ്റ് കൂടുതൽ ഉള്ളത് ഫിസിക്കൽ പ്രോസസ്സിംഗ് ആണ്. ബയോളജിക്കൽ പ്രോസസ്സിംഗ് സിമ്പിളാണ്, ഫെർമെൻറ്റേഷനാണ്. കെമിക്കൽ പ്രോസസ്സിംഗ് നമുക്ക് കെമിക്കൽ പ്രിസർവേറ്റീവ്സും pH കൺട്രോളൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഫിസിക്കൽ പ്രോസസ്സിംഗ് ആണ്. അതിൽ തെർമൽ പ്രോസസ്സിങ്ങും നോൺ തെർമൽ പ്രോസസ്സിങ്ങുമാണ് മെയിനായിട്ട് വരുന്നത്. അതിൽ തെർമൽ പ്രോസസ്സിങ്ങിൽ വരുന്നത് ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം മെത്തേഡ്, HTST കൺസെപ്റ്റ്, ലോ ടെമ്പറേച്ചർ ലോങ് ടൈം മെത്തേഡ് കൺസെപ്റ്റ് വരുന്നുണ്ട്, റീറ്റോറിങ് വരുന്നുണ്ട്, അസെപ്റ്റിക് പ്രോസസ്സിംഗ് വരുന്നുണ്ട്, സെമി അസെപ്റ്റിക് പ്രോസസ്സിംഗ് വരുന്നുണ്ട്, കോൾഡ് ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ട്, ഡ്രൈയിങ് വരുന്നുണ്ട്. ഇത്രയും നോക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നോൺ തെർമൽ പ്രോസസ്സിംഗ് ഇറാഡിയേഷൻ ആൻഡ് അൾട്രാ വയലറ്റ് റേഡിയേഷൻ, ഇറാഡിയേഷനും അൾട്രാ വയലറ്റ് റേഡിയേഷനുമാണ് നോൺ തെർമൽ വരുന്നത്. അതുപോലെ ഈ ഒരു ഫസ്റ്റ് പറഞ്ഞു ഹൈ ടെമ്പറേച്ചർ മെത്തേഡിനെ നമുക്ക് വീണ്ടും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: പാസ്ചറൈസിങ്, സ്റ്റെറിലൈസേഷൻ ആൻഡ് ഹാർഡിൽ ടെക്നോളജി. നെക്സ്റ്റ് കോൾഡ് ട്രീറ്റ്മെൻറ്റിനെ നമുക്ക് വീണ്ടും തിരിച്ചിട്ടുണ്ട്: ഫ്രീസിങ്, റെഫ്രിജറേഷൻ, ചില്ലിങ്. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ടാണ് എൻ്റെ മെയിൻ ഈ ഒരു ടോപ്പിക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ടെമ്പറേച്ചർ എത്രയാണ്, ആ ഒരു കണ്ടീഷൻ, പ്രഷർ എത്രയാണ് കൊടുക്കുന്നത്, ആ മെത്തേഡ്സ് എന്താണ്, അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏത് എക്സാമിന് ഒരുപാട് എക്സാംസിന് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഒരു ഫിസിക്കൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്, തെർമൽ പ്രോസസ്സിംഗ് ഉണ്ട്, നോൺ തെർമൽ പ്രോസസ്സിംഗ് ഉണ്ട്. നമുക്ക് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് നെയിമിൽ തന്നെയുണ്ട് തെർമൽ പ്രോസസ്സിംഗ്. ആ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യുന്ന പ്രോസസ്സാണ് തെർമൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതിൽ ആദ്യം വരുന്നത് ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം കൺസെപ്റ്റ്, നെക്സ്റ്റ് ലോ ടെമ്പറേച്ചർ ലോങ് ടൈം കൺസെപ്റ്റ്. അപ്പോൾ ഈ ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ നെയിം വെച്ച് ഇങ്ങനെ ഓർത്തിരിക്കുക, HTST. ഓക്കെ, HTST. അപ്പോൾ നമുക്ക് ഹൈ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ഷോർട്ട് ടൈം മതി. ഓക്കെ, അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഓക്കെ, ഹൈ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ഷോർട്ട് ടൈം മതി. ഓക്കെ, അടുത്ത് ലോ ടെമ്പറേച്ചർ കൊടുക്കുമ്പോഴോ ലോങ് ടൈം ആയിരിക്കും. അപ്പോൾ LT. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ്. എന്നിട്ട് ഹൈ ടെമ്പറേച്ചറിന് നമ്മൾ വീണ്ടും ധരിച്ചിട്ടുണ്ട് പാസ്ചറൈസേഷൻ, സ്റ്റെറിലൈസേഷൻ, ഹാർഡിൽ ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് വീണ്ടും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് റീറ്റോറിങ്, അസെപ്റ്റിക് പ്രോസസ്സിംഗ്,
സെമി അസെപ്റ്റിക് പ്രോസസ്സിങ്, കോൾഡ് ട്രീറ്റ്മെൻറ്റ്, ഡ്രൈയിങ്. ഈ കോൾഡ് ട്രീറ്റ്മെൻറ്റിനെ വീണ്ടും തിരിച്ചിട്ടുണ്ട് ഫ്രീസിങ്, റെഫ്രിജറേഷൻ, ചില്ലിങ് എന്ന് പറഞ്ഞിട്ട്. നോൺ തെർമൽ ഇറാഡിയേഷൻ്റെ കണ്ടീഷൻ അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന വരുന്നതാണ് ഇപ്പോൾ ഈ കോൾഡ് സ്റ്റെറിലൈസേഷൻ എന്താണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ഇറാഡിയേഷൻ നോക്കുക, പിന്നെ ഈ അൾട്രാ വയലറ്റ് റേഡിയേഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും ഇത് വരുന്നത്. നെക്സ്റ്റ് തെർമൽ മെത്തേഡ്സ് ആണ് നമ്മളടുത്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, തെർമൽ മെത്തേഡ്സ്. ഫസ്റ്റ് ബ്ലാഞ്ചിങ്. ഇനി നമ്മൾ പറയുന്നത് ഫിസിക്കൽ മെത്തേഡ്സിൻ്റെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ഫിസിക്കൽ മെത്തേഡ്സിൽ ഞാൻ പറഞ്ഞു അതിന് ഹീറ്റ് പ്രോസസ്സിങ് വരുന്നുണ്ട്, പാസ്ചറൈസേഷൻ വരുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ടെമ്പറേച്ചറും കണ്ടീഷൻസും ആണ് നമ്മൾ മെയിനായിട്ട് ഇനി നോക്കാൻ പോകുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മിക്ക ക്വസ്റ്റ്യൻസിനും ഇത് ഈ എൻ്റെ ടെമ്പറേച്ചർ ആ ഒരു കണ്ടീഷൻ എന്താണ്, ഇത് HTSTയുടെ ടെമ്പറേച്ചർ എത്രയാണ് എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് തെർമൽ മെത്തേഡ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ബ്ലാഞ്ചിങ്. ബ്ലാഞ്ചിങ് എന്ന് പറയുന്നത് ഈസ് എ ഡിസ്ട്രക്ഷൻ ഓഫ് എൻസൈമാറ്റിക് ആക്ടിവിറ്റി, മെയിൻറ്റെയിൻ കളർ, ടെക്സ്ചർ, ഫ്ലേവർ, ന്യൂട്രിറ്റീവ് വാല്യൂസ് ഇൻ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ. പിന്നെ ഇതൊരു പ്രീ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സാണ്. ഇത് മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്യാനിങ്, ഡ്രൈയിങ്, ഫ്രീസിങ്. ഇതിന് മുമ്പായിട്ടായിരിക്കും ഈ ഒരു ബ്ലാഞ്ചിങ് എന്നൊരു ടെക്നിക്ക് ചെയ്യുന്നത്. ടെമ്പറേച്ചർ ഈസ് ബിലോ 100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. ഓക്കെ, ബ്ലാഞ്ചിങ്ങിന് എന്തായിരിക്കണം, ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസിലായിരിക്കണം ചെയ്യേണ്ടത്. ഓക്കെ, ബ്ലാഞ്ചിങ് ഈസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് എൻസൈമാറ്റിക് ആക്ടിവിറ്റി, മെയിൻറ്റെയിൻ ദ കളർ, ടെക്സ്ചർ, ഫ്ലേവർ, ന്യൂട്രിറ്റീവ് വാല്യൂ ഇൻ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ എൻസൈം, ഞാൻ ഓൾറെഡി ബ്ലാഞ്ചിങ്ങിനെ പറ്റി നേരത്തെ പറഞ്ഞിരുന്നു. അതായത് എൻസൈംസ് ആണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, അതിലൂടെ ഇരുന്ന് ഡീഗ്രേഡ് ചെയ്യുന്നത്. ഡീഗ്രേഡിങ് അല്ല, ഒരു ചേഞ്ച് വരുത്തുന്നത്, ഫുഡിൻ്റെ ഒരു കോമ്പോസിഷനൊക്കെ വ്യത്യാസം വരുത്തുന്നത് എൻസൈംസ് ആണ്. അപ്പോൾ നമ്മളൊരു ഈ ഫ്രീസിങ്ങിന് മുമ്പോ അല്ലെങ്കിൽ ഡ്രൈയിങ്ങിന് മുമ്പോ അല്ലെങ്കിൽ ക്യാനിങ്ങിന് മുമ്പായിട്ട് തന്നെ ആ ഒരു പ്രീ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരിക്കണം. ഈ ഒരു മെത്തേഡിനാണ് നമ്മൾ ബ്ലാഞ്ചിങ് എന്ന് പറയുന്നത്. അതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്, 100 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ്. നെക്സ്റ്റ് ബോയിലിംഗ് ആണ്. ബോയിലിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് ഒക്കെ എത്രയാണ്, 100 അല്ലേ. അപ്പോൾ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഡിസ്ട്രോയ് വെജിറ്റേറ്റീവ് സെൽസ് ഓഫ് ബാക്ടീരിയ, ഈസ്റ്റ് ആൻഡ് മോൾഡ്, ടെമ്പറേച്ചർ ഈസ് 100 ഡിഗ്രി സെൽഷ്യസ്. ഇപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബോയിൽ ചെയ്യും. ബോയിൽ ചെയ്യുമ്പോഴത്തേക്കും ആ ബാക്ടീരിയ, ഈസ്റ്റ്, മോൾഡ് എല്ലാം തന്നെ നശിച്ചു പോകുന്നത്. അതിനെയാണ് നമ്മൾ ബോയിലിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ് പാസ്ചറൈസേഷൻ. പാസ്ചറൈസേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇസ് എ മൈൽഡ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഇൻ വിച്ച് ഫുഡ് ഈസ് ഹീറ്റഡ് ബിലോ 100 ഡിഗ്രി സെൽഷ്യസ്. ഇതും നമ്മൾ ബിലോ 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ചെയ്യുന്നത്. എഫക്റ്റീവ് ഫോർ കില്ലിംഗ് പാത്തോജനിക് മൈക്രോ ഓർഗാനിസംസ്. നമുക്ക് ഇത് ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ പാത്തോജനിക് മൈക്രോ ഓർഗാനിസത്തിനും കില്ല് ചെയ്യാനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മൈൽഡ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഇൻ വിച്ച് ഫുഡ് ഈസ് ഹീറ്റഡ് ബിലോ, ഫുഡ് ഹീറ്റ് ചെയ്യുന്നത് ബിലോ 100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. എഫക്റ്റീവ് ഫോർ കില്ലിംഗ് പാത്തോജനിക് മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ കില്ല് ചെയ്ത് കളയണം. അപ്പോൾ ഇതിന് മെയിനായിട്ട് വരുന്നത് ലോ ആസിഡ് ഫുഡാണ്. ലോ ആസിഡ് ഫുഡ് വരുന്നുണ്ട്, അസിഡിക് ഫുഡ് വരുന്നുണ്ട്. അപ്പോൾ ലോ ആസിഡ് ഫുഡ് എന്ന് പറയുന്നത് pH എബോ എന്താ പറയുക, ഗ്രേറ്റർ ദാൻ 4.5 എബോ വരുന്നതിനെയാണ് ലോ ആസിഡ് ഫുഡ് എന്ന് പറയുന്നത്. ലോ ആസിഡ് ഫുഡ് എന്ന് പറയുമ്പോൾ മിനിമൈസ് പാത്തോജനിക് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് എക്സ്റ്റെൻഡ് ഷെൽഫ് ലൈഫ് അറ്റ് 90.5 ഡിഗ്രി സെൽഷ്യസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അസിഡിക് ഫുഡാണ്. അസിഡിക് ഫുഡ് എന്ന് പറയുന്നത് അതിൻ്റെ താഴെ ലെസ് ദാൻ 4.5 താഴെ പോകുന്ന ഫുഡ് ഐറ്റംസ് ആണ് അസിഡിക് ഫുഡ് എന്ന് പറയുന്നത്. ഡിസ്ട്രക്ഷൻ ഓഫ് സ്പോയിലേജ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ഈസ്റ്റ്, മോൾഡ്, ഇനാക്ടിവിറ്റി എൻസൈം അറ്റ് 79.5 ഡിഗ്രി സെൽഷ്യസ് ടു 85 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ലോ ആസിഡ് ഫുഡും അസിഡിക് ഫുഡും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ ഇത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ മിനിമൈസ് അതിൻ്റെ പാത്തോജനിക് മൈക്രോബ്സ് ആൻഡ് ഷെൽഫ് ആയിട്ട് 90.5 ഡിഗ്രി സെൽഷ്യസോളം ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഈ ലോ ആസിഡ് ഫുഡ് ഇരിക്കുന്നുണ്ട്. അതുപോലെ ആസിഡിക് ഫുഡ് എന്ന് പറയുമ്പോൾ സ്പോയിലേജ് മൈക്രോ ഓർഗാനിസം ലൈക്ക് ഡിസ്ട്രക്ഷൻ ഓഫ് സ്പോയിലേജ് മൈക്രോബ്സ് ലൈക്ക് ഈസ്റ്റ് ആൻഡ് മോൾഡ്, ഇനാക്ടിവേറ്റ് ദ എൻസൈം അറ്റ് 79.5 ഡിഗ്രി സെൽഷ്യസ് അറ്റ് 285 ഡിഗ്രി സെൽഷ്യസ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് പാസ്ചറൈസേഷൻ എങ്ങനെയാണെന്നാണ്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് നമുക്ക് 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. തെർമിസേഷൻ അതെന്ന് പറയുന്നത് 57 ഡിഗ്രി സെൽഷ്യസ് ടു 68 ഡിഗ്രി സെൽഷ്യസ് ഫോർ 50 മിനിറ്റ്സിൽ ചെയ്യുന്നതാണ് ഈ തെർമിസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബാച്ച് പാസ്ചറൈസേഷൻ, അതിന് നമ്മൾ ലോ ടെമ്പറേച്ചർ ലോങ് ടൈം മെത്തേഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് മെയിനായിട്ട് ചെയ്യുന്നത് 63 ഡിഗ്രി സെൽഷ്യസ് ഫോർ 50 മിനിറ്റ്സ് ആണ് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. ദെൻ ഫ്ലാഷ് പാസ്ചറൈസേഷൻ, ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം മെത്തേഡ്. ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം മെത്തേഡ് ചെയ്യുന്നത് 72 ഡിഗ്രി സെൽഷ്യസ് ടു 74 ഡിഗ്രി സെൽഷ്യസ് ഫോർ 50 to 20 സെക്കൻഡ്സ്. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഇത്ര നമ്മൾ കാണാതെ പഠിച്ച് വെച്ചേ പറ്റൂ. കാരണം ഈ ടെമ്പറേച്ചറും ടൈമും എല്ലാം
എക്സാമിന് ചോദിക്കാറുണ്ട്. ദെൻ അൾട്രാ ഹൈ ടെമ്പറേച്ചർ UHT പക്ഷേ എങ്ങനെ ചെയ്യുന്നത് 130 ആ ഒരു കണ്ടീഷൻ ഞാൻ പറയാണ് 135°C to 140°C ഫോർ 2 to 4 seconds. അപ്പോൾ ഇത്രയാണ് ആ ഒരു കണ്ടീഷൻസ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റെറിലൈസേഷൻ ആണ്. സ്റ്റെറിലൈസേഷൻ ഈസ് എ കൺട്രോൾഡ് ഹീറ്റിംഗ് പ്രോസസ് യൂസ്ഡ് ടു കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ഓൾ ലിവിങ് മൈക്രോ ഓർഗാനിസം ഇൻക്ലൂഡിങ് തെർമോ റെസിസ്റ്റൻറ്റ് സ്പോർസ്. ഓക്കെ, സ്പോറിനെയും മൈക്രോ ഓർഗാനിസത്തിനെയും എല്ലാത്തിനെയും നശിപ്പിച്ച് കളയുന്നു. ഓക്കെ, അതാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ സ്റ്റെറിലൈസേഷൻ എന്താണ്? മോയിസ്റ്റ് എക്സാമ്പിൾ ഏതാണ്? ഓട്ടോക്ലേവ്. അത് നമ്മൾ ചെയ്യുന്നത് വീണ്ടും HTLT എന്ന് പറയുന്നുണ്ട്, LTST. അപ്പോൾ ഈ ഹൈ ടെമ്പറേച്ചർ ലോങ് ടൈം മെത്തേഡിൽ 110 മുതൽ 130°C ടെമ്പറേച്ചറിൽ ഒരു 20-40 മിനിറ്റ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇനി ഓട്ടോക്ലേവിൻ്റെ കണ്ടീഷൻ നമുക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയാം. എത്രയാണ്? 121°C 20 മിനിറ്റ് ആയിരിക്കും നമ്മൾ ഓട്ടോക്ലേവ് നോർമലായിട്ട് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ആ ഒരു കണ്ടീഷൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലോ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം ആണ്. അത് 80 മുതൽ 100°C ടെമ്പറേച്ചർ കൊടുക്കുന്നുണ്ട്. അത് ഒരു 10 മിനിറ്റിൽ നമ്മൾ ചെയ്യും. നെക്സ്റ്റ് ഡ്രൈ ഹീറ്റ് പറയാം. ഡ്രൈ ഹീറ്റ് മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹൈ ടെമ്പറേച്ചർ ലോങ് ടൈം അത് 160 മുതൽ 180°C 2 അവറിലായിരിക്കും ചെയ്യുന്നത്. നെക്സ്റ്റ് അൾട്രാ ഹൈ ടെമ്പറേച്ചർ ഉണ്ട്. അൾട്രാ ഹൈ ടെമ്പറേച്ചർ ട്രീറ്റ്മെൻറ്റ് 135 to 150°C ഫോർ ഫ്യൂ സെക്കൻഡ്സിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് മെയിനാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ സജസ്റ്റ് ചെയ്യുക. ഈ എക്സാമിന് പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ സജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ സജഷൻസ് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കഷനൊക്കെ വരും ക്ലാസ്സുകളിൽ വരുന്നതാണ്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ക്യാനിങ് അങ്ങനെ കുറച്ച് പ്രോസസ്സിങ് ടെക്നിക്സ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതുവരെ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.